കമലേഷ്, അങ്ങനെ ഇതാ രാഹുൽ ഈശ്വർ ഇപ്പോൾ ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ ദിവസവും ചാനൽ ചർച്ചകളിൽ വന്ന് നിരന്തരം തന്റെ വായിൽ തോന്നിയ കാര്യങ്ങളൊക്കെ പറയുന്നു ആ പെൺകുട്ടിക്കെതിരെ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തതും പിന്നീട് റിമാൻഡിലാവുന്നതും. വിവരങ്ങൾ എങ്ങനെ? തീർച്ചയായും ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വറിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് രാഹുൽ ഈശ്വറും അഭിഭാഷകനും ഉണ്ടായിരുന്നത്. പക്ഷേ എന്നാൽ ഈ പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം തന്നെ കോടതി അംഗീകരിക്കുന്ന ഒരു നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയത്തിൽ വളരെ കൃത്യമായി ഈ അതിജീവിതയ്ക്കെതിരെ വിദ്വേഷ പരാമർശങ്ങൾ, അതുപോലെ തന്നെ അവരെ അധിക്ഷേപിക്കുന്ന നിലയിലുള്ള പരാമർശങ്ങൾ, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന നിലയിലേക്കുള്ള പരാമർശങ്ങളെല്ലാം തന്നെ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഈ പ്രോസിക്യൂഷൻ വളരെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇത് കോടതി അംഗീകരിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം പ്രോസിക്യൂഷൻ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇതിൽ ഈ തെളിവ് നശിപ്പിക്കുക, അതായത് ജാമ്യത്തിൽ വിട്ടാൽ തെളിവ് നശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പ്രതി കടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. ഈ ഉൾപ്പെടുത്തിയിട്ടുള്ള വകുപ്പുകൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ ഈ ഭാരതീയ ന്യായ സംഹിത പ്രകാരം 75(1)(4 അതായത് ലൈംഗിക ചുവയോടെയുള്ള പരാമർശങ്ങൾ എന്നുള്ളതാണ് ഈ വകുപ്പ്. ഇത് ജാമ്യമില്ലാത്ത വകുപ്പാണ്. ഈ വകുപ്പ് കൂടി ചുമത്തിക്കൊണ്ടാണ് ഇതിൽ റിമാൻഡ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അതിനാൽ തന്നെയാണ് ഈ ജാമ്യം, അതായത് സാധാരണ ഇത്തരം കേസുകളിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം ലഭിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ഈ വിഷയത്തിൽ ഈ ഭാരതീയ ന്യായ സംഹിതയിലെ ഞാനിപ്പോൾ ചൂണ്ടിക്കാട്ടിയ വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ അത് കോടതിയിലെത്തി ജാമ്യം നൽകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. രാഹുൽ ഈശ്വറും അഭിഭാഷകനും ആ നിലയിൽ തന്നെയാണ് പ്രതീക്ഷിച്ചത്. കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. പക്ഷേ പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് 14 ദിവസത്തേക്ക് രാഹുൽ ഈശ്വറിനെ റിമാൻഡിൽ വിടുന്ന, അതായത് ജയിലിലേക്ക് വിടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയതിനു ശേഷം രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരത്തെ സബ് ജയിലിൽ, പൂജപ്പുര സബ് ജയിലിലേക്ക് മാറ്റുകയാണ്.